കൈ കൊടുക്കാൻ കൈനീട്ടി അമ്മിളി പറ്റിയ എയറിലായ താരങ്ങൾ ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ആ ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിൽ വെച്ചാണ് ഈ രസകരമായ കാഴ്ച. ആസിഫ് അലിക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയെയും അത് കാണാതെ നടന്നു പോകുന്ന താരത്തിന്റെയും വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന ടൊവിനോയുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തം താരം ഓർത്തത് ബേസിലിനെ ആയിരിക്കുമെന്ന്. ടൊവിനോയാണ് ആസിഫിനെ തട്ടി വിളിച്ച് മന്ത്രിക്ക് കൈകൊടുക്കാൻ പറയുന്നത്. ശേഷം ഞാനും പെട്ടു എന്ന തലക്കെട്ടോടെ മന്ത്രിയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതിന് തുടക്കമിട്ടതാകട്ടെ ബേസിലും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിനിടെയാണ് ബേസിൽ എയറിലായത്. ചടങ്ങിനിടെ ബേസിൽ ഒരു കളിക്കാരന് നേരെ കൈ നീട്ടുന്നു. എന്നാൽ പ്ലെയർ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുക്കുന്നു. ശേഷം ചമ്മലോടെ ബേസിൽ കൈ താഴ്ത്തുന്നു. ഈ വീഡിയോ വൈറലായതോടെ ബേസിൽ എയറിലുമായി. താരത്തെ ട്രോളി ടൊവിനോ അടക്കമുള്ള മറ്റു താരങ്ങളും രംഗത്ത് വന്നു. മുൻപ് സമാനമായ അനുഭവം ടൊവിനോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയുടെ പൂജാ ചടങ്ങിനിടെ പൂജാരി ആരതി നൽകിയപ്പോൾ കൈനീട്ടിയ ടൊവിനോയെ കാണാതെ പൂജാരി അതും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ചമ്മി നിൽക്കുന്ന ടൊവിനോ തോമസിനെയും കളിയാക്കിയുള്ള ബേസിലിന്റെ ചിരിയും കൂടിയായപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. എന്തായാലും സംഭവം കയറി കൊളുത്തിയിട്ടുണ്ട്. ഒരു ചെയിൻ പോലെ കൈ കൊടുത്ത് അബദ്ധം പറ്റിയ താരങ്ങളുടെ എണ്ണവും കൂടി. ഇതിനുശേഷം സുരാജ് വെഞ്ഞാറമൂടിനായിരുന്നു അടുത്ത അവസരം. ഒരു വേദിയിൽ വെച്ച് സുരാജ് വെഞ്ഞാറമൂടിന് കൈ കൊടുക്കാതെ പോയ ഗ്രേസ് ആന്റണിയുടെ വീഡിയോ വൈറലായി. വീഡിയോ വൈറലായതോടെ ഞാൻ മാത്രമല്ല ടൊവിയുമുണ്ട് എന്ന കമന്റുമായി സുരാജ് എത്തി. ബേസിൽ സംഭവത്തിന് ശേഷം ഞാൻ ആർക്കും കൈ കൊടുക്കാറേയില്ല എന്നായിരുന്നു ടൊവിനോയുടെ മറുപടി. അവിടെ നിന്നിങ്ങോട്ട് കൈ കൊടുത്ത് അബദ്ധം പറ്റിയ താരങ്ങളുടെ ലിസ്റ്റിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ ഇതാ മന്ത്രി വി ശിവൻകുട്ടിയും. ഇത് ഏറ്റെടുത്ത് ട്രോളുകളുമായി സോഷ്യൽ മീഡിയയും.